ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ 9ാമത് വാർഷികാഘോഷം ജലവിഭവ മന്ത്രി മോഹൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ജീവിതത്തിൽ പ്രത്യാശ പകരുന്ന സേവന പ്രവർത്തനങ്ങളാണ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസം, രോഗികൾക്ക് മരുന്ന്, വിശക്കുന്നവർക്ക് ആഹാരം എന്നിവ ലഭ്യമാക്കുവാൻ കഴിഞ്ഞ 9 വർഷക്കാലം ഒരുമ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും വിവിധങ്ങളായ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന പ്രവർത്തന പാരമ്പര്യമാണ് ചാരിറ്റബിൾ സൊസൈറ്റിക്കുള്ളത്. ഒരുമയുടെ പരിപാടികളിൽ തുടർച്ചയായി പങ്കെടുക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളും ജനനേതാക്കന്മാരും. നമ്മുടെ അച്ഛനടക്കം മേലൂരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ടവരും എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തുടർച്ചയായി ഒരുമയുടെ പരിപാടികളിൽ പങ്കെടുക്കുവാൻ ജോസ് പ്രകാശ് ക്ഷണിക്കാറുണ്ട്. ഒരുമയുടെ ഭാരവാഹികൾ വന്ന് അത് സ്നേഹപൂർവ്വം അറിയിക്കാറുണ്ട്. കഴിയുന്നിടത്തോളം എല്ലാ പരിപാടികളും. യോഗത്തിൽ ജെയിംസ് തത്തംകുളം അധ്യക്ഷത വഹിച്ചു. ഒരുമയ്ക്ക് ലഭിച്ച ISO സർട്ടിഫിക്കറ്റ് പ്രകാശനം ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെറിയാൻ കെ ജോസ് നിർവഹിച്ചു. ഉണ്ണിമിശിഹപ്പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ട് സ്നേഹാലയം അഭയകേന്ദ്രത്തിന്റെ ഓർഫനേജ് കൺട്രോൾ ബോർഡ് സർട്ടിഫിക്കറ്റ് പ്രകാശനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കഥാകൃത്ത്, നിർമ്മാതാവ്, ഗാനരചയിതാവ് തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ച മോഹൻദാസ് ഗാലക്സി, സംസ്ഥാന കളരിപ്പയറ്റ് മത്സരത്തിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടിയ ശ്രുതി സന്തോഷ്, ശ്രീഹരി സന്തോഷ് എന്നിവരെയും SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവരെയും മന്ത്രി ആദരിച്ചു. ഒരുമ ട്രസ്റ്റ് പ്രസിഡന്റ് KK ജോസ് പ്രകാശ് മന്ത്രിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. 151 കുട്ടികൾക്ക് പഠനോപകരണങ്ങളും 12 പേർക്ക് ചികിത്സാ സഹായവും 5 പേർക്ക് ഡയാലിസിസ് കിറ്റും 3 പേർക്ക് മരുന്നുകളും വിതരണം ചെയ്തു. ഞീഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലേഖ മണിലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബോവൻ മഞ്ഞളാമല, പഞ്ചായത്ത് മെമ്പർമാരായ സജിമോൾ ജോസഫ്, സ്റ്റീഫൻ PJ, ശോഭ AR, മേഴ്സി തോമസ്, NSS കരയോഗ സെക്രട്ടറി അനിൽകുമാർ മാളിയേക്കൽ, ജോയ് തോമസ് മണ്ഡലൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.